ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വമ്പൻ ജൈത്രയാത്രയാണ് സബിൻ എസ് സംവിധാനം ചെയ്ത വാഴ 2 നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 4 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ആദ്യ ഭാഗമായ വാഴ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തത് 40 കോടിയായിരുന്നുവെങ്കിൽ രണ്ടാം ഭാഗമായ വാഴ 2 ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ നേടിയെടുത്തത് 45 കോടി 50 ലക്ഷം രൂപയായിരുന്നു. കേരളത്തിൽ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് 18 കോടി 20 ലക്ഷം കളക്ട് ചെയ്ത വാഴ 2 നാലാം ദിവസം ഇന്നലെ ഞായറാഴ്ച മാത്രം കളക്ട് ചെയ്തത് 8 കോടി 40 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 26 കോടി 60 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് കളക്ഷനായി 65 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 5-ാം ദിവസം എന്ന തിങ്കളാഴ്ച കേരളത്തിൽ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നതും റെക്കോർഡ് കളക്ഷനാണ്. കൃത്യമായി പറഞ്ഞാൽ 3 കോടി 56,97,227 രൂപയാണ് 5-ാം ദിവസം എന്ന തിങ്കളാഴ്ച പ്രീസെയിലൂടെ മാത്രം വാഴ 2 കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. ഒരു തിങ്കളാഴ്ച ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമകളുടെ പട്ടികയിൽ വാഴ 2 മൂന്നാമതാണ്. 1-ാം സ്ഥാനത്തുള്ളത് L2 എമ്പുരാനാണ്. 7 കോടി 51 ലക്ഷം രൂപയാണ് എമ്പുരാൻ നേടിയത്. രണ്ടാമത് മോഹൻലാലിൻ്റെ തന്നെ തുടരും എന്ന സിനിമയാണ്. 4,18,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തത്. മൂന്നാമതുള്ള വാഴ 2 3 കോടി 57 ലക്ഷം നേടിയപ്പോൾ 4-ാം സ്ഥാനത്ത് തളപതി വിജയൻ്റെ ലിയോയും 5-ാം സ്ഥാനത്തുള്ളത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും മികച്ച വീക്കെൻഡ് ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ വാഴ 2 4-മതാണ്. 42 കോടി 50 ലക്ഷം രൂപയുമായി L2 എമ്പുരാൻ തന്നെയാണ് 1-മത്. 32 കോടി 85 ലക്ഷം നേടിയ തളപതി വിജയൻ്റെ ലിയോ 2-മതും ആദ്യ 4 ദിവസം കൊണ്ട് 27 കോടി 45 ലക്ഷം നേടിയ ആട് 3 3-മതുമാണ്. 4-ാം സ്ഥാനത്ത് എത്തിച്ചേർന്ന വാഴ 2 നേടിയെടുത്തിരിക്കുന്നത് 26 കോടി 60 ലക്ഷം രൂപയുമാണ്. അപ്പോൾ ഈ സിനിമ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജയസൂര്യ നായകനെയും മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 19 ഈദ് റിലീസായി എത്തിയിട്ടുള്ള സിനിമയാണ് ആട് 3. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി 1 കോടിക്ക് താഴെയായിരുന്നു ഈ സിനിമയുടെ കേരള കളക്ഷൻ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 18-ാം ദിവസവും ഈസ്റ്റർ ദിനം കൂടിയ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ കേരളത്തിൽ 1 കോടി 18 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. അങ്ങനെ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 51 കോടി 18 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 60-65 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 120 കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട്. സജിൽ മാമ്പാട് സംവിധാനം ചെയ്ത ഡെർബി എന്ന മലയാള സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാഗർ സൂര്യ, ജോണി ആന്റണി, അബു സലീം, ആദ സാബിക്, അല്ലമീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 6 ലക്ഷം രൂപയാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 22 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. പ്രോജക്ട് ഹെയിൽ മേരി എന്ന അമേരിക്കൻ സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 29,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് 3 കോടി 2 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 11 ദിവസം കൊണ്ട് നേടിയെടുത്തത് 45 കോടി 78 ലക്ഷം രൂപയുമാണ്. $200 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ലോകമെമ്പാടുമായി $421 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.